Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ അതിനു മുമ്പ് so Crack with Jack Malayalam has launched the Grant Bundle PDF course 2021. ഈ കൊല്ലം നടക്കാൻ പോകുന്ന എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെ എല്ലാ സിലബസും കവർ ചെയ്തിട്ടുള്ള ഒരു ഗ്രാൻഡ് ബണ്ടിൽ PDF ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ SBI ക്ലർക്ക് പ്രിലിംസിൻ്റെ 150 PDF അടങ്ങുന്ന 4800 ക്വസ്റ്റ്യൻസ്, SBI PO പ്രിലിംസിൻ്റെ 150 4800 ക്വസ്റ്റ്യൻസ്, IBPS RRB POൻ്റെ 100 PDF 3500 ക്വസ്റ്റ്യൻസ്, IBPS RRB ക്ലർക്ക് 100 PDF 3500 ക്വസ്റ്റ്യൻസ്, 150 PDF IBPS PO പ്രിലിംസ്. ഓക്കെ, സോ IBPS ക്ലർക്കിൻ്റെ 150 PDF 4800 ക്വസ്റ്റ്യൻസ്. സോ മെയിൻ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ SBI ക്ലർക്ക് മെയിൻസിൻ്റെയും IBPS RRB PO മെയിൻസിൻ്റെയും 250 PDF അടങ്ങുന്ന 6500 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ RRB ക്ലർക്ക് മെയിൻസ് ആൻഡ് IBPS ക്ലർക്ക് മെയിൻസ് ആണെങ്കിൽ 250 PDF അടങ്ങുന്ന 6500 ക്വസ്റ്റ്യൻസ്, SBI PO മെയിൻസ് ആൻഡ് IBPS PO മെയിൻസിൻ്റെ 200 PDF അടങ്ങുന്ന 5500 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം RRB PO RRB ക്ലർക്ക് എക്സാമിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലേ. സോ കമ്പ്യൂട്ടർ അവയർനെസ്സും കവർ ചെയ്യുന്ന ഒരു PDF കോഴ്സാണ്. ഓക്കെ, സോ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു കോഴ്സ് കൂടിയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈറ്റ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സ് അസസ് ചെയ്യുക. ക്രാക്ക് വിത്ത് ജാക്ക് വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സ് വാങ്ങുക. ഓക്കെ, സോ നിങ്ങളിപ്പോൾ സ്നേഹ 10 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സെഷനാണ്. ഓക്കെ, സോ ഇംഗ്ലീഷിൽ ആദ്യം തന്നെ റീഡിംഗ് പാസേജ് ആണ്. സോ ക്വസ്റ്റ്യൻ ഈ ഓർഡറിൽ തന്നെ വരണമെന്നൊന്നുമില്ല, ഏത് രീതിയിലും വരാം. പക്ഷേ റീഡിംഗ് പാസേജ് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് മുതൽ ഒരു 5 മാർക്ക് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എക്സാമിന്. സോ 20 മിനിറ്റുള്ള ഒരു എക്സാം ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, സോ 20 മിനിറ്റ്സിൻ്റെ എക്സാം ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റാണ് നമ്മൾ ഇംഗ്ലീഷ് സെഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഓക്കെ, 5 മിനിറ്റ് മാത്രമാണ് റീഡിംഗ് പാസേജിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റി വെക്കേണ്ടത്. ഓക്കെ, 3 മിനിറ്റ് നിങ്ങൾ വായിക്കാനും 2 മിനിറ്റ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, സോ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ റൂൾസ് അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും. സോ ഇറർ ഡിറ്റക്ഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും, വൊക്കാബ് ചിലപ്പോൾ ടഫുള്ള കുട്ടികളായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് റീഡിംഗ് പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഉത്തരം കിട്ടും. ഓക്കെ, സോ അതിനെന്ത് ചെയ്യണം നിങ്ങൾ, പിന്നെ റീഡിംഗ് പാസേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പാസേജ് സ്പീഡിൽ വായിച്ച്, അതായത് 3 മിനിറ്റ് സമയത്തിനുള്ളിൽ സ്പീഡിൽ വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഡാറ്റ വേഗം കളക്ട് ചെയ്ത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ അതാണ് ഇതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. സോ അതിനാകെ ഒരൊറ്റ ഉപായമുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം, എഡിറ്റോറിയൽ പേജ് എന്നും വായിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ബുക്സ് വായിക്കണം, ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കണം. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിൻ്റെ സ്പീഡ്, വായിക്കേണ്ട സ്പീഡ് എന്ത് ചെയ്യും, കൂടും. സോ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഡെയിലി എഡിറ്റോറിയൽ വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, നല്ല പുസ്തകങ്ങൾ കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റീഡിംഗ് പാസേജ് ആണ്. സോ ഈ റീഡിംഗ് പാസേജ് എന്ന് പറയുന്നത് നമുക്കറിയാം മോസ്കിറ്റോ എന്ന് പറയുന്നത് ഒരു വെക്ടറാണ് അല്ലേ, വൈറസിൻ്റെ ഒരു ട്രാൻസ്മിറ്ററാണ് ഈ എന്തെന്ന് പറയുന്നത്, മോസ്കിറ്റോ എന്ന് പറയുന്നത് അല്ലേ. സോ മോസ്കിറ്റോ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറ്റിക് സ്ട്രാറ്റജി, അതിനെക്കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫോർമേഷൻ തരുന്ന ഒരു പാസേജാണ് SBI ക്ലർക്ക്. ഇത് മെമ്മറി ബേസ്ഡ് ഒരു പേപ്പറാണ്. സോ അതിൽ ചോദിച്ചിട്ടുള്ള ഒരു പാസേജാണ്. ഓക്കെ, സോ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്താ പറയുന്നത്, എവറി ഇയർ അറൌണ്ട് 1 million people die of mosquito-borne disease according to the World Health Organization. Disease by mosquitoes are considered to be one of the most deadly living creatures on planet, not because they are lethal themselves, but many of the disease and parasite they transmit are. സോ എന്താണ്, അവർ ഒരു കൊതുക് കടി കൊണ്ട് വിചാരിച്ച് നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല അല്ലേ. പക്ഷെ എന്താണ്, അവർ ക്യാരി ചെയ്യുന്ന വൈറസും പാരസൈറ്റ്സും ആണ് പ്രശ്നം.
ഓക്കെ, സോ അവർ ക്യാരി ചെയ്യുന്ന വൈറസും പാരസൈറ്റും ആണ് അവരെന്താക്കുന്നത്, ഡേഞ്ചറസ് ആക്കുന്നത്, അവരെ ലീത്തലാക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. So in the absence of an effective vaccine for dengue fever, Zika fever, chikungunya and other mosquito-borne disease, researchers have developed genetic strategies to reduce mosquito population. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ പോലുള്ള ഡിസീസസിന് എന്ത് കൊണ്ടുവന്നിട്ടില്ല, മോസ്കിറ്റോ ബോൺ ഡിസീസസിനൊന്നും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ കൊണ്ടുവന്നിട്ടില്ല. സോ അപ്പോൾ എന്ത് ചെയ്യാണ്, റിസർച്ചേഴ്സ് എന്ത് ചെയ്യാണ്, ഒരു ജനറ്റിക് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, മോസ്കിറ്റോ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജനറ്റിക് സ്ട്രാറ്റജി എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ജനറ്റിക് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഈ പാസേജ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാസേജ് വായിച്ചിട്ട് നിങ്ങൾക്ക് ജനറ്റിക് സ്ട്രാറ്റജി എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന റഫ് പേപ്പറിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ജനറ്റിക് സ്ട്രാറ്റജി ജസ്റ്റ് എന്ത് ചെയ്യുക, കോഡ് വേർഡായിട്ടൊന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, സോ അടുത്ത ലൈൻ, വൺ സച്ച് സ്ട്രാറ്റജി ഇൻവോൾവ്സ് the release into the wild of genetically modified mosquitoes. So release into the wild എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ and the release from captivity into a wild or natural setting, അതിനെയാണ് റിലീസ് ഇൻ ടു ദ വൈൽഡ് എന്ന് പറയുന്നത്. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോസിനെ നമ്മൾ അങ്ങ് റിലീസ് ചെയ്യുകയാണ്. ഈ ജനറ്റിക് സ്ട്രാറ്റജിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള മോസ്കിറ്റോസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യുകയാണ്. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദാറ്റ് എക്സ്പ്രസ് എ ലീത്തൽ ജീൻ, എ സ്ട്രാറ്റജി ബിലീവ് ടു ഹാവ് ലിറ്റിൽ ഇമ്പാക്ട് ഓൺ ദ ഓവറോൾ DNA of wild population of mosquitoes. The transfer of new genes from GM organisms to wild or domesticated non-GM population is a key criticism of GM crops like soybean and corn. അത് നമുക്കറിയാം അല്ലേ. സോ ഇപ്പോൾ GT ബ്രിഞ്ചാൾ, അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ, അതിനൊക്കെ നമ്മൾ കുറേ വിമർശനം നേരിട്ടിട്ടുണ്ട് അല്ലേ. സോ അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ നമുക്കറിയാം, കുറച്ച് വിമർശനം നമ്മൾ നേരിടേണ്ടി വരുന്നു അല്ലേ. സോ അതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് അല്ല ഈ പാസേജ് നോക്കുമ്പോൾ. So there are concerns that the introduction of GM genes into the non-target species could have negative consequences for both human and environmental health. സോ ഇതാണ് പ്രശ്നം. സോ ജനറ്റിക്കലി മോഡിഫൈഡിൻ്റെ പ്രശ്നം നമ്മൾ GT ബ്രിഞ്ചാൾ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. സോ ദേ വിൽ ഹാവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ആൻഡ് എൻവിറോൺമെൻറ്റൽ ഹെൽത്ത്. ഓക്കെ, സോ എന്താണ് ഓക്സിടെക്, എ കമ്പനി ദാറ്റ് സ്പൺ ഔട്ട് ഓഫ് റിസർച്ച്. സ്പൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ഫോർ എ long time, something that is carried out for a long time, അതിനെയാണ് സ്പൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സ്പൺ ഔട്ട് ഫോർ എ ലോങ് ടൈം. സോ ഓക്സിടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോസിനെ വെച്ചിട്ട് ഒരു റിസർച്ച് കുറേ സമയം അവരെന്ത് ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ഇൻ ഏർലി 2000 in the early 2000 developed and trademarked GM friendly mosquitoes. സോ 2000 അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു GM friendly മോസ്കിറ്റോയെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ദീസ് മെയിൽ GM mosquitoes have what the company describes as a self-limiting gene. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സെൽഫ് ലിമിറ്റിംഗ് ജീൻ, വിച്ച് മീൻസ് ദാറ്റ് വെൻ ദീസ് സോ കോൾഡ് ഫ്രണ്ട്ലി മോസ്കിറ്റോസ് മേറ്റ്, their offspring inherit the self-limiting gene which is supposed to prevent them surviving into adulthood. Okay, so ഈ ഒരു മെയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോസിന് എന്തുണ്ട്, ഒരു സെൽഫ് ലിമിറ്റിംഗ് ജീൻ ഉണ്ട്. സോ ഈ മോസ്കിറ്റോസ്, സോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രണ്ട്ലി മോസ്കിറ്റോസ് എന്ന് വെച്ചിട്ടാണ്. സോ ഈ ഫ്രണ്ട്ലി മോസ്കിറ്റോസ് മേറ്റ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഓഫ് സ്പ്രിങ്, സോ അവർക്കുണ്ടാവുന്ന ഓഫ് സ്പ്രിങ്ങിന് എന്തുണ്ടായിരിക്കും, ഈ സെൽഫ് ലിമിറ്റിംഗ് ജീൻ ഉണ്ടായിരിക്കും. സോ ഈ സെൽഫ് ലിമിറ്റിംഗ് ജീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ദേ പ്രിവെൻറ്റ് ദം ഫ്രം സർവൈവിങ് ഇൻ ടു അഡൽട്ട്ഹുഡ് എത്തുന്നതിന് മുമ്പ് എന്ത് പറ്റും, ഈ മോസ്കിറ്റോസ് എന്ത് ചെയ്യും, മരിച്ചു പോകും. ഓക്കെ, സോ ഇതാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോസിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇൻ തിയറി വെൻ ദീസ് മോസ്കിറ്റോസ് ആർ റിലീസ്ഡ് ഇൻ ഹൈ നമ്പേഴ്സ് എ ഡ്രമാറ്റിക് റിഡക്ഷൻ ഇൻ ദ മോസ്കിറ്റോ population should follow. Okay, according to research published by Oxitec researchers in 2015, അതായത് 2015 ഓക്സിടെക് റിസർച്ചേഴ്സ് പബ്ലിഷ് ചെയ്ത ഒരു സ്റ്റഡി പ്രകാരം എന്താണ്, ഫീൽഡ് ട്രയൽസ് ഇൻവോൾവിംഗ് recurring release of friendly mosquitoes demonstrated a reduction of nearly 95% of target population in Brazil. സോ അവർ ബ്രസീലിൽ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ അവർ വെച്ചിരുന്ന ടാർജറ്റിൻ്റെ 95% മോസ്കിറ്റോ റിഡക്ഷൻ അവിടെ നടന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദീസ് ഫീൽഡ് ട്രയൽ ദ എക്സ്പെരിമെൻറ്റ്സ് were not performed to assess whether GM mosquitoes might persist in the wild. സോ അത് ഇമ്പോർട്ടൻ്റ് അല്ല.
A recent study from the Powell lab at Yale University has since confirmed that some of the offsprings of the GM mosquito didn't succumb to the self-limiting lethal gene and survived to adulthood. So, ചില ഓസ്പ്രിങ്ങിന് എന്ത് ചെയ്യില്ല, അവരെന്ത് ചെയ്യില്ല, ഈ സെൽഫ് ലിമിറ്റിംഗ് ലീത്തൽ ജീൻ എന്ത് ചെയ്യില്ല, ഇൻഹെറിറ്റ് ചെയ്യില്ല. സോ അവരെന്ത് ചെയ്യും, അഡൽട്ട്ഹുഡിലേക്ക് എന്ത് ചെയ്യും, ആ സ്റ്റേജിലേക്ക് അവർ പോകും. ഓക്കെ, സോ ദേ വർ ഏബിൾ ടു, അതായത് GM ഫ്രണ്ട്ലി മോസ്കിറ്റോസ്, ദേ വർ ഏബിൾ ടു ബ്രീഡ് വിത്ത് നേറ്റീവ് മോസ്കിറ്റോസ് ആൻഡ് ദെയർബൈ ഇൻട്രൊഡ്യൂസ് സം ഓഫ് ദർ ജീൻസ് ഇൻ ടു ദി വൈൽഡ് പോപ്പുലേഷൻ. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേറ്റീവ് ഡൊമസ്റ്റിക് മോസ്കിറ്റോസ് ആയിട്ട് ബ്രീഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ജീൻസ് വൈൽഡ് പോപ്പുലേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ പാസേജ് മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഇപ്പോൾ GT ബ്രിഞ്ചാളൊക്കെ പോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയാൻ പോകുന്നത്. ദി ഇമ്പാക്ട് ഓഫ് മോസ്കിറ്റോസ് ക്യാരിങ് ദീസ് ന്യൂ ജീൻസ് റിമെയിൻസ് ലാർജ്ലി അൺനോൺ. വൺ സിഗ്നിഫിക്കൻറ്റ്, സോ ആ വറീനെ കുറിച്ചിട്ട്, ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഈ പാസേജിൽ പറയുന്നത്. വൺ സിഗ്നിഫിക്കൻറ്റ് വറീസ് ഇസ് എ ന്യൂ ബ്രീഡ് ഓഫ് മോസ്കിറ്റോസ് മൈറ്റ് എമർജ് ദാറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. സോ ഈ ന്യൂ ബ്രീഡ് ഓഫ് മോസ്കിറ്റോസ് എന്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്താവും, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദീസ് ന്യൂ ജീൻസ് കുഡ് ആൾസോ പൊട്ടൻഷ്യലി ആൾട്ടർ എവല്യൂഷണറി പ്രഷർ ഓൺ വൈറസ്. സോ വൈറസിൽ ഒരു എവല്യൂഷണറി പ്രഷർ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസസ് ലൈക്ക് ഡെങ്കു ഫീവറിനെ അൺപ്രഡിക്റ്റബിൾ വേസിൽ നമുക്കത് എഫക്റ്റ് ചെയ്യാം. സോ അതാണ് ഈ ഒരു പാസേജ് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് പൊട്ടൻഷ്യലി ഇൻക്രീസിങ് ദർ വിറുലൻസ്. വിറുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, the severity or harmfulness of a disease ആണ്. the severity or harmfulness of a disease ആണ്. ഓക്കെ, the severity or harmfulness of a disease ആണ്. സോ അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊരു ഡെങ്കു, സോ ഇങ്ങനെയൊരു ന്യൂ ജീൻസിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഫീവേഴ്സ്, ഇപ്പോൾ ഡെങ്കു പോലെയുള്ള പനികൾ, ഡെങ്കു അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ പോലെയുള്ള പനികളൊക്കെ എന്താണ്, നമുക്ക് അൺപ്രഡിക്റ്റബിൾ വേസിൽ നമുക്ക് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാം. ലൈക്ക് അവരുടെ സിവിയറിറ്റി, വിറുലൻസ് എന്ന് പറഞ്ഞാൽ സിവിയറിറ്റി ഒരു ഹാംഫുൾനെസ് ഓഫ് എ ഡിസീസ്. സോ അതിൻ്റെ സിവിയറിറ്റി എന്ത് ചെയ്യാം, കൂടാം. അല്ലെങ്കിൽ ഹോസ്റ്റ് ഇൻസെക്ട് ഇൻറ്ററാക്ഷൻസിന് എന്ത് ചെയ്യാം, ചേഞ്ച് വരാം. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഹൈപ്പത്തറ്റിക്കൽ റിസ്ക് ദാറ്റ് ഹാവ് ബീൻ റേസ്ഡ് ബൈ സയൻറ്റിസ്റ്റ് ആൻഡ് റിഫ്ലക്ട് ദ നീഡ് ഫോർ ഫർദർ സ്റ്റഡി. ഓക്കെ, സോ സയൻറ്റിസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതാണ്. സോ ദേ ആൾസോ സേ ദാറ്റ് സം മോർ സ്റ്റഡി ഈസ് നീഡഡ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. സോ ഈ പാസേജിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഈ പാസേജിൽ പറയുന്നത് എങ്ങനെ നമുക്ക് മോസ്കിറ്റോ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഡിസീസസിനൊന്നും എന്ത് കണ്ടുപിടിച്ചിട്ടില്ല, എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ വൺ ഓഫ് ദ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, മോസ്കിറ്റോ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അവർ കൊണ്ടുവന്നത് ഒരു ജനറ്റിക് സ്ട്രാറ്റജിയാണ്. സോ ആ ജനറ്റിക് സ്ട്രാറ്റജി പ്രകാരം കൊണ്ടുവന്ന അതിൻ്റെ ഒരു ഓക്സിടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി 2000 ഒരു ട്രേഡ് മാർക്ക് GM ഫ്രണ്ട്ലി മോസ്കിറ്റോ കൊണ്ടുവന്നു. സോ അതെന്തൊക്കെ ചെയ്തു, അതുപോലെ തന്നെ എന്ത് ചെയ്തു, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ മൊത്തം പാസേജിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, 3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പാസേജ് ഇതാണ് കൺസെപ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി എടുക്കണം. സോ ഓക്കെ, സോ അവിടെയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വൈ ആർ മോസ്കിറ്റോസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് ലിവിങ് ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത്? സോ ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ള, കാപ്പബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസസ്. മോസ്കിറ്റോ ബൈറ്റ്സ് കോസ് ഫാറ്റൽ റിയാക്ഷൻസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. മോസ്കിറ്റോസ് കനോട്ട് ബി കിൽഡ് ഈസിലി. ഓക്കെ, സോ ഈ ഒരു പാസേജിന് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്കിറ്റോ ബൈറ്റ്സ് കോസ് ഫാറ്റൽ റിയാക്ഷൻസ് ഇൻ ഹ്യൂമൻ ബീങ് ഒന്നും ഈ പാസേജിൽ പറഞ്ഞിട്ടില്ല അല്ലേ, അതിനെക്കുറിച്ചിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. മോസ്കിറ്റോസ് കനോട്ട് ബി കിൽഡ് ഈസിലി എന്ന് പറയുന്നതും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല, പിന്നെ അത് തെറ്റാണ്. പിന്നെ എന്താണ്, കാപ്പബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്, അത് നമുക്കറിയാം ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അതാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. Not because they are lethal themselves, but because many of the viruses and parasites they transmit are. കണ്ടില്ലേ, അതാണ് പ്രശ്നം. സോ അവിടെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഈ ഫസ്റ്റ് ഓപ്ഷനാണ് ശരിയെന്ന് പറയാൻ പറ്റുക, കാപ്പബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ. What is one of the methods being developed to control population of mosquitoes? Okay, spraying of pesticides using established procedures. അത് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. Introduction of a lethal gene into wild population അത് പറഞ്ഞിട്ടുണ്ട്.
യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് വൺസ് അത് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ലെറ്റിംഗ് എനി സ്റ്റാഗ്നന്റ് വാട്ടർ ബിൽഡ് അപ്പ് നിയർ ഹോംസ് അത് പറഞ്ഞിട്ടില്ല അല്ലേ. സോ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ദ പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോ ഓഫ് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് എന്താണ്? എവല്യൂഷൻ ഓഫ് എ ബ്രീഡ് ഓഫ് മോസ്കിറ്റോസ് വിച്ച് ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ലാസ്റ്റ് പാസേജിൽ വിരുലൻസ് എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. സോ മോസ്റ്റ് ഡെങ്കു ഫീവറിനെയും അൺപ്രഡിക്റ്റബിൾ വേസ് എന്നുള്ള സെൻറ്റൻസ് കൊണ്ട് നമുക്കത് മനസ്സിലായി. സോ അതെന്താണ്? ശരിയാണ്. ഇൻക്രീസ് ഇൻ ദ സിവിയറിറ്റി ഓഫ് ഡിസീസ് ബീങ് കറന്റ്ലി ട്രാൻസ്മിറ്റഡ് ബൈ മോസ്കിറ്റോസ്. യെസ്, കറക്റ്റ് ആണ് അല്ലേ. അതും നമ്മുടെ ഈ ലാസ്റ്റ് വിരുലൻസ് എന്നുള്ള വേർഡ് കൊണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ. അൺപ്രഡിക്റ്റബിൾ വേസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ന്യൂ ജീൻ നമുക്ക് സൈഡ് എഫക്റ്റ് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇങ്ങനെയും എഫക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അതും ശരിയാണ്. ചേഞ്ച് ഇൻ ഹോസ്റ്റ് ഇൻസെക്ട് ഇൻട്രാക്ഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലോസ് ഓഫ് നാച്ചുറൽ പോപ്പുലേഷൻ ഓഫ് മോസ്കിറ്റോസ് അത് എന്ത് ചെയ്തിട്ടില്ല, പൊട്ടൻഷ്യൽ സൈഡ് എഫക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഇ, എ, ബി ആൻഡ് സി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദ പാസേജ്? ഓക്കെ, ഇതിൽ ഏതാണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫീൽഡ് ട്രയൽസ് ഓൺ ജനറ്റിക്കലി മോഡിഫൈഡ് മോസ്കിറ്റോ ഷോഡ് റിഡക്ഷൻ ഓഫ് 96% ടാർഗറ്റ് പോപ്പുലേഷൻ. അത് തെറ്റാണല്ലേ. 95% ആണ് ടാർഗറ്റ് പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്തത്, അതും ബ്രസീലിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 96% തെറ്റാണ്. ഓക്സിടെക്സ് ട്രേഡ് മാർക്ക് ദ GM ഫ്രണ്ട്ലി മോസ്കിറ്റോസ് ഇൻ 2015 ഇല്ല. സോ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2000-ലാണ് അവർ ട്രേഡ് മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2000-ലാണ് അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 2015 അവർ സ്റ്റഡി പബ്ലിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ബ്രസീലിലെ സ്റ്റഡി പബ്ലിഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ അതെന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഫീമെയിൽ GM മോസ്കിറ്റോ ഹാസ് എ സെൽഫ് ലിമിറ്റിംഗ് ജീൻ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഹോസ്പ്രിങ്ങിന് എന്തുണ്ട്? ഒരു സെൽഫ് ലിമിറ്റിംഗ് ജീൻ ഉണ്ട്. അതുപോലെ തന്നെ GM മോസ്കിറ്റോസിന് എന്തുണ്ട്? ഒരു സെൽഫ് ലിമിറ്റിംഗ് ജീൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ ഇസ് നൺ ഓഫ് ദി എബോവ്. ഓക്കെ, സോ അടുത്തത്, what is the desired effect of releasing GM mosquitoes containing self-limiting gene? A substantial reduction in the population of mosquitoes. അത് ശരിയാണ് അല്ലേ. ബർത്ത് ഓഫ് മോസ്കിറ്റോസ് വിത്ത് എ ബൈറ്റിംഗ് മെക്കാനിസം അതൊന്നും പറഞ്ഞിട്ടില്ല. ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഡിസീസ് കോസ് ഡ്യൂ ടു മോസ്കിറ്റോസ് അതും പറഞ്ഞിട്ടില്ല. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് മെയിൽ മോസ്കിറ്റോസ് അതും പറഞ്ഞിട്ടില്ല അല്ലേ. സോ ഡിസൈഡ്, അതായത് GM മോസ്കിറ്റോസ് സെൽഫ് ലിമിറ്റിംഗ് ജീൻ റിലീസ് ചെയ്താലുള്ള സൈഡ് എഫക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉത്തരം വരിക? സബ്സ്റ്റൻഷ്യൽ റിഡക്ഷൻ ഇൻ ദി പോപ്പുലേഷൻ ഓഫ് മോസ്കിറ്റോസ്. സോ ഓപ്ഷൻ ഇസ് എ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് സിമിലർ ടു ഡെഡ്ലിയസ്റ്റ് ആസ് മെൻഷൻഡ് ഇൻ ദ പാസേജ് ഗിവൺ? സോ ഡെഡ്ലിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിങ് സോ ഡെഡ്ലിയസ്റ്റ് അല്ലേ. സോ ഡെഡ്ലിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിങ് ഓർ ലൈക്ലി ടു കോസ് ഡെത്ത് ആണ്. സോ കോസിങ് ഓർ ലൈക്ലി ടു കോസ് ഡെത്ത് ആണ് ഡെഡ്ലിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഡെഡ്ലിയസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ ഇത് അതുമായിട്ട് സിനോണിം വരുന്ന വേർഡ് എന്ന് പറയുന്നത് ഫാറ്റൽ ആണ്. ഓക്കെ, ഫാറ്റൽ ആണ്. അത്രയേ ഉള്ളൂ, അതിൽ വേറെ ഒന്നും ഇതിൽ പഠിക്കാനില്ല. ഓക്കെ, സോ അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ദി പാസേജ് ഗിവൺ? ഓക്കെ, സോ അതിൽ GM mosquitoes are able to introduce some of their genes into the wild population. Mosquitoes having GM genes have been, so ഇത് ശരിയാണല്ലേ. Are able to introduce some of their genes into the wild population. അത് നമ്മൾ ഈ പാസേജിൽ ലാസ്റ്റ് കണ്ടു. സോ ഇവിടെ അല്ലേ, they were able to breed with native mosquitoes and thereby reduce some of their genes into the wild population. സോ അത് ശരിയാണ്. അതെന്താണ്? ശരിയാണ്, അത് ശരിയാണ്. ഓക്കെ, ബർത്ത് ഓഫ് മോസ്കിറ്റോസ് വിത്തൗട്ട് എ ഓക്കെ, സോ അത് ശരിയാണ്. മോസ്കിറ്റോസ് ഹാവിങ് GM ജീൻസ് ഹാവ് ബീൻ തറോലി റിസർച്ച്ഡ് അപ്പോൺ അത് തെറ്റാണ്. കാരണം ഇവിടെ നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസിലാണ് ഇവിടെ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട് എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ റിസ്ക് ദാറ്റ് ഹാവ് ബീൻ റേസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് ആൻഡ് റിഫ്ലെക്ട് ദ നീഡ് ഫോർ ഫർദർ സ്റ്റഡി. സോ അത് അതുകൊണ്ട് തറോലി റിസർച്ച് ചെയ്തിട്ടില്ല. പിന്നെന്താണ്? ഓക്സിടെക് റിലീസ്ഡ് ഇസ് ഫ്രണ്ട്ലി മോസ്കിറ്റോസ് ഇൻ ബ്രസീൽ അതും ശരിയാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, എ ആൻഡ് സി. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ,
A word has been given in the question and has been used in sentence given below. Identify the sentence where the word has been used in a contextually and grammatically correct manner. If the word has been used correctly in all the statement, mark E all of this as your answer. Okay. So ആദ്യം നമ്മൾ ആദ്യം ഹോസ്റ്റൈൽ എന്ന വേർഡ് ഇത് ഏത് സെൻറ്റൻസിലാണ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അല്ലേ. അൺഫ്രണ്ട്ലി ആൻഡ് നോട്ട് ലൈക്കിംഗ് എന്നാണ് ഹോസ്റ്റൈലിൻ്റെ അർത്ഥം. സോ ഹോസ്റ്റൈലിൻ്റെ നമുക്ക് എന്ത് പറയാം, ഡിസ്ലൈക്ക് പറയാം, അതുപോലെ തന്നെ ഒപ്പോസിഷൻ എന്നൊക്കെ നമുക്ക് എന്താ പറയാം ഹോസ്റ്റൈലിൻ്റെ അർത്ഥമായിട്ട് പറയാം. സോ നോക്കാം. ഹി മെയ്ഡ് ഹോസ്റ്റൈൽ എഫിഷ്യൻസി എ കീ പാർട്ട് ഓഫ് ഹിസ് ബഡ്ജറ്റ് പ്ലാൻ. നമുക്ക് ഈ വേർഡ് വെച്ച് റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലേ. ഓക്കെ. ദർ ഹാസ് ബീൻ എ ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദി ഗവൺമെൻറ്റ്സ് പ്രപ്പോസ്ഡ് ടാക്സ് ഇൻക്രീസ്. സോ ആ ഒരു വേർഡ് നമ്മൾ ഹോസ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബന്ധമുണ്ട്. ഒരു അൺഫ്രണ്ട്ലി, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് അല്ലേ ഹോസ്റ്റൈൽ റിയാക്ഷൻ. സോ ഇതെന്താണ് ശരിയായൊരു അർത്ഥമാണ്. ദ സെക്യൂരിറ്റി ഫോഴ്സസ് എക്സൈസ്ഡ് ഗ്രേറ്റ് റെസ്ട്രെയിൻഡ് ബൈ നോട്ട് റെസ്പോണ്ടിങ് ടു ഹോസ്റ്റൈൽ അറ്റാക്സ് ആൻഡ് ത്രെറ്റ്സ്. അതും എന്താണ് അൺഫ്രണ്ട്ലി, ഡിസ്ലൈക്ക് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. സോ ഓപ്ഷൻ ബോത്ത് 2 and 3 is the correct answer. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫോക്കസ്ഡ് ആൻഡ് നോട്ട് ക്ലിയർ ആണ്. സോ വേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫോക്കസ്ഡ് ആൻഡ് നോട്ട് ക്ലിയർ ആണ്. ഓക്കെ. നോട്ട് ക്ലിയർ നമുക്ക് എന്തൊക്കെ പറയാം, അൺസേർട്ടൺ എന്ന് പറയാം, പിന്നെ ഇൻഡെഫിനിറ്റ് പറയാം, അതുപോലെ തന്നെ അൺക്ലിയർ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് എന്ത് പറയാം, അൺക്ലിയർ ക്യാരക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. സോ അൺഫോക്കസ്ഡ് ആണ്, അതുപോലെ അൺസേർട്ടൺ, ഇൻഡെഫിനിറ്റ്, അതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം വേഗിൻ്റെ അർത്ഥമായിട്ട് പറയാം. സോ ഇതെന്താ പറഞ്ഞിട്ടുള്ളത്, ദ ജഡ്ജസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദ ലോ വാസ് ടു വേഗ് ടു ബി ഫെയർലി എൻഫോഴ്സ്ഡ്. അതൊരു കറക്റ്റായ പ്രയോഗമാണ് അല്ലേ. അത് എൻഫോഴ്സ് ചെയ്യാത്ത കാരണം എന്താണ്, ദ ലോ വാസ് ടു അൺക്ലിയർ. അതെന്താണ്, അൺസേർട്ടൺ ആണ്, ടു അൺസേർട്ടൺ. സോ അതെന്ത് ചെയ്യാം, അതൊരു കറക്റ്റ് യൂസേജ് ആണ്. The merger of these two companies would wake the world's biggest accounting firm. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമല്ല. അതായത് രണ്ട് കമ്പനീസ് merge ചെയ്ത് കഴിഞ്ഞാൽ എന്തോ would wake, ആ പ്രയോഗം തന്നെ തെറ്റാണ് അവിടെ അല്ലേ. സോ അതെന്താണ് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. The president had a wake reception in Ohio this morning. സോ അതും എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് അല്ല. സോ ഓപ്ഷൻ ഏതാണ്, ഓൺലി 1 ആണ് ഉത്തരം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. സോ വേഗ് ഇവിടെ ഒരു അഡ്ജക്റ്റീവ് ഫോം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അടുത്തത് എസ്കലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് റാപ്പിഡ്ലി ആണ്. ഇവിടെ എഴുതാം, എസ്കലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് റാപ്പിഡ്ലി. റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, എസ്കലേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നോക്കാം. ദ പെഡസ്ട്രിയൻ വാസ് ജോ വാക്കിംഗ് വെൻ ഹി എസ്കലേറ്റ് ദ ബിസി സ്ട്രീറ്റ്. നോ, തെറ്റാണ് അല്ലേ. വായിച്ചാൽ തന്നെ മനസ്സിലാവും തെറ്റുണ്ട്. വി ഹാവ് ട്രൈഡ് ടു എസ്കലേറ്റ് ദ മോസ്റ്റ് ലൈക്ലി പ്രോബ്ലം ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബി പ്രിപ്പയർഡ് ഫോർ എവറി ഇൻവെൻച്വാലിറ്റി. ഇതും യൂസ് ചെയ്തതിന് തെറ്റുണ്ട്. ദ ഡിസിഷൻ ടു എസ്കലേറ്റ് UN ഇൻവോൾവ്മെന്റ് ഹാസ് ബീൻ made in the hopes of a swift end to the hostilities. So ഇവിടെ എസ്കലേറ്റ് യൂസ് ചെയ്തത്, അതായത് UN ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യണം, എത്രയും വേഗം കൂട്ടണം എന്നുള്ള എന്താണ്, എത്രയും വേഗം UN ഇൻവോൾവ്മെന്റ് എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്നുള്ളത് എന്താണ് ഇവിടെ ഒരു കറക്റ്റ് യൂസേജ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ഡി ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓക്കെ. സോ ഇനി ഇതിൽ റോങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള യു നീഡ് ടു ഫൈൻഡ് വിച്ച് ഹാസ് നോ ഇറർ. ഇറർ ഇല്ലാത്ത സെൻറ്റൻസ് ആണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. India's chocolate market is pegged at rupees 11,000 crore, of which premium chocolates can be sized anywhere among 10% and 15%. അത് റോങ് യൂസേജ് ആണ്. നമ്മൾ രണ്ടെണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിറ്റ്വീൻ യൂസ് ചെയ്യണം. രണ്ടെണ്ണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബിറ്റ്വീനും, മോർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, എമങ്ങും യൂസ് ചെയ്യണം. സോ ഇവിടെ എമങ് എന്നുള്ളത് തെറ്റാണ്. ഇവിടെ എന്ത് ചെയ്യണമായിരുന്നു, ബിറ്റ്വീൻ യൂസ് ചെയ്യണമായിരുന്നു. ഓക്കെ. സൗത്ത് കൊറിയ റിപ്പോർട്ടഡ് 52 ന്യൂ കേസ് ഓഫ് കൊറോണ വൈറസ്. സോ 52 എന്ന് പറയുന്നത് ഇവിടെ ഒരു കൗണ്ടബിൾ ആണ് അല്ലേ. സോ അവിടെ എന്തായിരിക്കണം, ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കണം. അതായത് 52 ന്യൂ കേസസ് ഓഫ് കൊറോണ വൈറസ് എന്ന് പറയണം. ഓക്കെ.
ITC has plans to work with cocoa farmers directly in the future. So ഇതിലൊരു മിസ്റ്റേക്കും കാണാനില്ല. ഓക്കെ. The company initially invested rupees 100 crore to set up a greenfield chocolate manufacturing facility in Hyderabad. So ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാനുഫാക്ചറിന് പകരം മാനുഫാക്ചറിങ് വരണമായിരുന്നു. അതാണ് അവിടുത്തെ തെറ്റ്. മാനുഫാക്ചറിങ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു ജെറൻഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഗ്രീൻ ഫീൽഡ് ചോക്ലേറ്റ് നിർമ്മിക്കുന്ന ഫെസിലിറ്റി കൊണ്ടുവരാനാണ് അല്ലേ. സോ അവിടെ എന്താണ്, ദ ഡിനോട്ട് ആൻ ആക്ഷൻ. അവിടെ വരേണ്ട വേർഡ് എന്തായിരുന്നു, ഒരു ആക്ഷൻ വേർഡ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ബട്ട് ടേക്ക് ദ ഫോം ഓഫ് എ നൗൺ. സോ അങ്ങനത്തെ ഒരു വേർഡിനെയാണ് നമ്മൾ ജെറൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി വരുന്ന വീഡിയോസ് നമ്മൾ ജെറൻഡ്സിനെ കുറിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ അത് ഫോളോ ചെയ്യാം. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. ജെറൻഡ് ആണ്, ഒരു ആക്ഷൻ വേർഡ് ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്. ഇറ്റ് ഡിനോട്ട്സ് എൻ ആക്ഷൻ ബട്ട് ടേക്സ് ദ ഫോം ഓഫ് എ നൗൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് പറയാം സ്വിമ്മിങ് ഈസ് മൈ ഹോബി. സ്വിമ്മിങ് ഈസ് മൈ ഹോബി. സോ ഇതെന്താണ്, ഒരു ജെറൻഡ് ആണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു ജെറൻഡ് ഫോം ആയിരുന്നു അവിടെ യൂസ് ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ. അടുത്തത്, Ratnagar Bank was renamed as RBL Bank by the government. സോ ഇതെന്ന് പറയുന്നത് ഇത് തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. സോ ഇതെന്ന് പറയുന്നത് ഒരു പാസീവ് വോയിസിലാണ് ഇത് കിടക്കുന്നത്. അതായത് ആക്റ്റീവ് വോയിസ് എന്തായിരിക്കും, ദ ഗവൺമെന്റ് നെയ്മഡ് RBL Bank ആസ് രത്നാഗർ ബാങ്ക് എന്നുള്ളതായിരിക്കും അതിൻ്റെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. സോ പാസീവ് വോയിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാസ് എന്ന് കഴിഞ്ഞ പ്രയോഗത്തിന് ശേഷം ഇവിടെ വരുന്നത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം. സോ റീനെയിം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഫോം റീനെയിംഡ് ആണ് അല്ലേ. സോ എന്താണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും റീനെയിംഡ് എന്നായിരിക്കും. റീനെയിംഡ്. സോ ഇവിടെ രത്നാഗർ ബാങ്ക് വാസ് റീനെയിംഡ് എന്ന് പറഞ്ഞായിരുന്നു. രത്നാഗർ ബാങ്ക് വാസ് റീനെയിംഡ് ആസ് RBL Bank ബൈ ദി ഗവൺമെൻറ്. അതായിരുന്നു കറക്റ്റ് യൂസേജ്. ഓക്കെ. ദി ഗവൺമെൻറ് എക്സ്പെക്ട്സ് ഓൾ ദി മെർജർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് വിച്ച് were introduced in 2019 to become effective from April 1. അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല അല്ലേ. സോ ദാറ്റ് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അനാലിസ്റ്റ് ബിലീവ് ദാറ്റ് ലോവർ പ്രൈസസ് ഗ്യാസ് പ്രൈസസ് വുഡ് ബി ബാഡ് വിത്ത് എക്സ്പ്ലോറേഷൻ അല്ല. എക്സ്പ്ലോറേഷന് വേണ്ടി ബാഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ വിത്ത് എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം, 4 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ വിൽ ബിക്ക് ശേഷം ഒരു ING ഫോം, വിൽ ബി റെഗുലേറ്റിംഗ് എന്ന് പറയണമായിരുന്നു. റെഗുലേറ്റിംഗ് ദ മെഡിക്കൽ ഡിവൈസസ് ഫ്ലോ. ഷീ വിൽ ബി ഡൂയിങ് ദ വർക്ക്, ഐ വിൽ ബി ഡൂയിങ് ദ വർക്ക്. സോ അവിടെ റെഗുലേറ്റിംഗ് എന്നുള്ളത് വരണമായിരുന്നു. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഹീന്ദ്ര റിന്യൂവബിൾസ് വിൽ സെൽ ഇറ്റ്സ് എൻറ്റയർ സ്റ്റേക്ക് ഇൻ 3 subsidiaries to CLP India, part of Hong Kong based CLP group, as nearly 340 crore. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 340 crore നമ്മൾ പറയില്ലേ, ഐ സോൾഡ് ദിസ് ബോട്ടിൽ ₹4.80 എന്നാ പറയാം. സോ ആസ് എന്നുള്ള പ്രയോഗം എന്താണ്, തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അഗ്രിമെന്റ് വിൽ ബി സൈൻഡ് ടു ദോഹ സിറ്റി എന്ന് പറയോ. എവിടെയാണ് സൈൻ ചെയ്തത്, ഇൻ ദോഹ സിറ്റി എന്ന് പറയണമായിരുന്നു. ഇൻ ദോഹ സിറ്റി. സോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. The US intelligence, so ഇനി ബാക്കി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. The US intelligence community publicly concluded that Russia intervened in their security matters. So ഇത് കണ്ടാൽ തന്നെ അറിയാം their എന്നുള്ള പ്രയോഗം തെറ്റാണ്. their എന്ന് പറഞ്ഞായിരുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ടൈപ്പിംഗ് പ്രശ്നം വന്നിട്ടുണ്ട്, അത് കുഴപ്പമാക്കണ്ട. അടുത്ത പ്രാവശ്യം മുതൽ ശരിക്ക് വന്നുകൊണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അടുത്ത നോക്കാം. ദി ഇൻജേർഡ് അനിമൽസ് വാസ് നഴ്സ്ഡ് ബാക്ക് ടു ഹെൽത്ത് ബൈ ദി സൂ കീപ്പർ ആൻഡ് ദെൻ റിലീസ്ഡ് ബാക്ക് ഇൻ ടു ദി വൈൽഡ്. സോ ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഓക്കെ. അതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, കാരണം നമുക്കറിയാം വാസ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കറക്റ്റ് രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിലെന്തില്ല, തെറ്റില്ല. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, English language have the potential to connect the world without any barriers. So English language singular ആണ്. സോ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എന്തായിരിക്കണം, ഹാസ് ആയിരിക്കണം. ആസ് ഓക്സിലറി വേർബ് ആസ് ആയിരിക്കണം കേട്ടോ.
Okay. So P.N. Sinha was appointed in the PMO when Nirbendra Mishra, the then Principal Secretary, resigned. So ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി റിസൈൻ ചെയ്ത സമയത്ത് നടന്ന കാര്യമാണ്. സോ ഇവിടെ എന്തായിരിക്കണം? ഇത് തെറ്റായ പ്രയോഗമാണ്. ഇത് എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസിലായിരിക്കണം. റിസൈൻഡ്. ഓക്കെ. ഷീ ഡ്രിങ്ക് ദി കാരമൽ മിൽക്ക് ടു She drank the caramel liquid too fast and was soon too dizzy to stand. So ഇതിൽ എന്തായിരിക്കണം? പാസ്റ്റിൽ നടന്ന കാര്യം അല്ലേ? വാസ്. സോ ഇവിടെ എന്തായിരിക്കണം? ഡ്രാങ്ക് എന്നായിരിക്കണം. She drank the caramel liquid too fast and was soon too dizzy to stand. Okay. You are coming to the party, isn't you? അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. aren't you എന്ന് യൂസ് ചെയ്യണം. ഓക്കെ. സോ aren't you എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? ഒന്നുമില്ല അല്ലേ? ഓൾ ആർ ഇൻകറക്റ്റ്. 84E. സോ അടുത്തത്, തമിഴ്നാടു ഈസ് ലൈക്ലി ടു ഗെറ്റ് 3 ടെക്സ്റ്റൈൽ പാർക്ക് ആൻഡ് ടെക്നോളജി റിസർച്ച് സെൻറ്റർ അണ്ടർ സ്കീംസ് ദാറ്റ് യൂണിയൻ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽ ഇസ് ഫോർമുലേറ്റിംഗ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? തെറ്റൊന്നും തോന്നുന്നില്ല. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഹൗസ് ഇഫ് യു ഹാവൻ ഗോട്ട് എ ടോളറബിൾ പ്ലാനറ്റ് ടു പുട്ട് ഇറ്റ് ഓൺ? സോ ഇതിൽ നോക്കൂ, ഇവിടെ ഈസ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു പ്ലൂറൽ നൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് തെറ്റാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഹൗസ് എന്ന് പറയണം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഹൗസ് ഇഫ് യു ഹാവൻ ഗോട്ട് എ ടോളറബിൾ പ്ലാനറ്റ് ടു പുട്ട് ഇറ്റ് ഓൺ? ഓക്കെ. യു ഹാവ് ബ്രഷ്ഡ് യുവർ ടീത്ത് ടുഡേ. അത് ചോദിച്ചു തന്നെ തെറ്റാണ്. ക്വസ്റ്റ്യൻ റിമാർക്ക് എങ്ങനെ വേണം? ഹാവ് യു ബ്രഷ്ഡ് യുവർ ടീത്ത് ടുഡേ എന്ന് വേണമായിരുന്നു. ഹാവ് യു ബ്രഷ്ഡ് യുവർ ടീത്ത് ടുഡേ എന്ന് പറയണം. ഓക്കെ. സോ അതാണ് അതിലെ മിസ്റ്റേക്ക്. രാഹുൽ ഹാഡ് ബെയർലി നത്തിങ് ടു ഹെൽപ്പ് ദ പുവർ. ബെയർലിയുടെ കൂടെ നത്തിങ് ഉപയോഗിക്കില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബെയർലിയുടെ കൂടെ നത്തിങ് ഉപയോഗിക്കില്ല. ബെയർലിയുടെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എനി യൂസ് ചെയ്യാം, എനി യൂസ് ചെയ്യാം, എനിവൺ യൂസ് ചെയ്യാം, എനിത്തിങ് യൂസ് ചെയ്യാം. ഓക്കെ. സോ ബെയർലി എനിത്തിങ്. രാഹുൽ ഹാഡ് ബെയർലി എനിത്തിങ് ടു ഹെൽപ്പ് ദി പുവർ ചിൽഡ്രൻ. ഓക്കെ. സോ ഫസ്റ്റ് സെൻറ്റൻസ് എ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. സോ അടുത്തത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താൽ അല്ലേ? ഓക്കെ. സോ ഇതിൽ in the following questions, a sentence is divided into 4 parts consisting of a highlighted word in each part. Choose the option reflecting the word which is either misspelled or grammatically incorrect ആയിട്ടുള്ള വേർഡ് എടുത്തിട്ട് കണ്ടുപിടിക്കാനാണ്. ഓക്കെ. ദി മാനേജർ ബാലൻസ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ടീം അഗെയിൻസ്റ്റ് ദാറ്റ് ഓഫ് ദർ ഒപ്പോണന്റ് ആൻഡ് സൈഡ്. സോ ഇതിൽ ബാലൻസ്ഡ് കറക്റ്റ് ആണ്, സ്ട്രെങ്ത് കറക്റ്റ് ആണ്, ഒപ്പോണന്റ് ശരിയാണ്, സൈഡും ശരിയാണ്. സോ ഓൾ ആർ കറക്റ്റ്. ഓക്കെ. അടുത്തത്, വൺ ഈവനിങ് റോഹൻ പ്രിപ്പയർഡ്. തെറ്റായ വേർഡാണ് കേട്ടോ. പ്രിപ്പയർഡ് ഇതാണ് സ്പെല്ലിങ്. സോ ഇത് ആക്ച്വലി ഇങ്ങനെ വരണമായിരുന്നു, പ്രിപ്പയർഡ്. ഇത് തെറ്റാണ്. ഷി വാസ് അൺഏബിൾ ടു ബ്രീത്ത് എ ഈസിയർ. She was able to breathe easier when she stood outside a massive fortress that sat on a clearing the size of 2 football field. ഇത് തെറ്റാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് FOOTBALL ഉണ്ട് കേട്ടോ. ഫുട്ബോൾ. സോ ആക്ച്വലി ഈ ഉത്തരത്തിൽ ഇത് തരില്ലേ, ഇത് അറിയാതെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഫ്രം ടൈം ടു ടൈം ജാക്ക് വുഡ് ലുക്കിംഗ് ഓവർ മൂങ്കോ ഷോൾഡേഴ്സ് സജസ്റ്റിംഗ് ടാക്ടിക്സ് വിച്ച് ഇൻവാരിയബിളി പ്രൂവ് ഡിസാസ്റ്റേഴ്സ്. സോ ലുക്കിംഗ് ഓവർ എന്ന് വരില്ല, ലുക്ക് ഓവർ എന്നാ വരിക. ഓക്കെ. സോ അതാണ് അതിൻ്റെ കറക്റ്റ് ഫ്രേസ്, ലുക്ക് ഓവർ. ഇനി അടുത്തത്, ഹൊറിഫൈഡ് പാസഞ്ചേഴ്സ് സോ ഒലീവ് സ്റ്റംപിൾ ആൻഡ് ഫാൾ ഓഫ് എ പ്ലാറ്റ്ഫോം ആസ് എൻ എക്സ്പ്രസ് റോഡ്. ഫാൾ ഓഫ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക, ഫാൾ ഓഫ്. 2 F ഉണ്ട്, ഫാൾ ഓഫ്. സോ അതാണ് ഇതിൽ റോങ് വേർഡ് എന്ന് പറയുന്നത്, ഫാൾ ഓഫ്, OFF. അടുത്തത് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻ്റ് ആണ്. സെൻറ്റൻസ് റീഅറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. ദി മെർജർ ഓഫ് ഭാരതി Infratel and the second largest and Indus Towers will create tower company. So അതെങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിലാക്കാം? മെർജർ ഓഫ്, കാരണം ഇതൊക്കെ ആൻഡിലാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഫസ്റ്റ് സെൻറ്റൻസിൽ കൊണ്ടുപോകാം. ടവർ കമ്പനി എന്ന് വെച്ച് നമ്മൾ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഒരു കണ്ടിന്യൂഷൻ നമുക്കൊരു സെൻറ്റൻസും കിട്ടുന്നുമില്ല. വേൾഡ് ലാർജസ്റ്റോ സെക്കൻഡ് ലാർജസ്റ്റോ അല്ലെങ്കിൽ ദ മെർജറോ വെച്ച് തുടങ്ങണം. സോ കുറച്ചും കൂടി വേർഡ് കിട്ടിയപ്പോഴാണ് ദ മെർജർ ഓഫ് ഭാരതി എയർടെൽ ആൻഡ് ഇൻഡസ് ടവർ വിൽ ക്രിയേറ്റ് ദി വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ടവർ കമ്പനി. സോ അതായിരിക്കും എന്ത് കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. അതായത്
എന്തായിരിക്കും? ദ മെർജർ ഓഫ് എ സി ബി ഡി, ACBD ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലേ? അതെ, ഓക്കെ. ACBD, the merger of Bharati Airtel and Indus Towers will create the world's second largest tower company. Okay. അടുത്ത ക്വസ്റ്റ്യൻ. An upcoming visit to India, the long-awaited trade agreement during US President Donald Trump appears to be off the table. So അതെങ്ങനെ വരും? ഓക്കെ, സോ എങ്ങനെ വരും? ദി ലോങ് അവൈറ്റഡ്, ഇത് ഫസ്റ്റ് ആക്കി എടുക്കാം. ദ ലോങ് അവൈറ്റഡ് ട്രേഡ് അഗ്രിമെന്റ് അപ്പിയേഴ്സ് ടു ബി ഓഫ് ദ ടേബിൾ ഡ്യൂറിംഗ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്സ് അപ്കമിംഗ് വിസിറ്റ് ടു ഇന്ത്യ. സോ ആൻസർ ഇസ് BDCA. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്യൂറിംഗ് വെച്ച് എന്തായാലും സെന്റൻസ് തുടങ്ങില്ല, അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പിയേഴ്സ് വെച്ചിട്ട് ഒരു സെന്റൻസ് തുടങ്ങില്ല, അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. സോ പിന്നെ ഉള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ BDCAയും ADBയും ആണ്. എന്തായാലും ADBയെ വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ഈ സെൻറ്റൻസ് തുടങ്ങില്ല, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. സോ BDCA വെച്ചിട്ട് എന്തായാലും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് പോകാം കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്യാനുള്ള ചാൻസ് കുറേ ഉണ്ടായിരുന്നു. BDA, ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ്, അത് ഞാൻ പറഞ്ഞു അല്ലേ. സോ ദ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് വെച്ചിട്ട് പിന്നെ കണ്ടിന്യൂഷൻ നമുക്കൊന്നും കിട്ടുന്നില്ല, അപ്പോൾ B വെച്ചിട്ട് തുടങ്ങില്ല. C ആൻഡ് ആയതുകൊണ്ട് അതും തുടങ്ങില്ല. D എന്ന് പറഞ്ഞിട്ട് ടവർ കമ്പനി, പിന്നെ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല. സോ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഡീകോഡ് ചെയ്തിട്ട് ACBD എടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നോക്കാം. ദ ലീഡേഴ്സ് ഓഫ് ദി റെയിൽവേ എംപ്ലോയീസ് ഓർഗനൈസേഷൻ അലീജ്ഡ് ദാറ്റ് ഗവൺമെന്റ് വാണ്ട്സ് ടു ഹാൻഡ് ഓവർ ദ റീറ്റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ടു ദ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫോർ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. സോ ഇത് നോൺ അറേഞ്ച്മെന്റ് റിക്വേർഡ് ആണ് കേട്ടോ, കാരണം കറക്റ്റ് അറേഞ്ച്മെന്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൈന ഹാസ് നോട്ട് യെറ്റ് ഗിവൺ ഇന്ത്യ ദി ഗോ അഹെഡ് ടു സെൻഡ് ആൻ ടു കൊറോണ വൈറസ് ഹിറ്റ് വുഹാൻ എയർക്രാഫ്റ്റ് വിത്ത് മെഡിക്കൽ സപ്ലൈസ്. സോ എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാവും, C വെച്ചിട്ട് ഈ സെൻറ്റൻസ് തുടങ്ങിയില്ല, കാരണം 2 വെച്ചിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്, അപ്പോൾ അത് കട്ടായി. പിന്നെ A വെച്ചിട്ട് തുടങ്ങാം, അതവിടെ നിൽക്കട്ടെ. D വെച്ചിട്ട് തുടങ്ങാൻ പറ്റുമോ? എയർക്രാഫ്റ്റ് വിത്ത് മെഡിക്കൽ സപ്ലൈസ്, കണ്ടിന്യൂഷൻ വേറെ ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ എന്തായാലും A വെച്ചിട്ട് തുടങ്ങാൻ പറ്റില്ല. ഇനി നമുക്ക് Bയോ Aയോ വെച്ചിട്ട് തുടങ്ങാം അല്ലേ. സോ ഇനി A വെച്ച് തുടങ്ങി നോക്കാം. ചൈന ഹാസ് നോട്ട് യെറ്റ് ഗിവൺ ഇന്ത്യ ദി ഗോ അഹെഡ് ടു സെൻഡ് ആൻ എയർക്രാഫ്റ്റ് വിത്ത് മെഡിക്കൽ സപ്ലൈസ് ടു കൊറോണ വൈറസ് ഹിറ്റ് ഇറാൻ. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. സോ ആൻസർ എന്താണ്? B ആണ്. ഇനി B വെച്ചിട്ട് തുടങ്ങി നോക്കൂ. B, ഇന്ത്യ ദ ഗോ അഹെഡ് ടു സെൻഡ് ആൻ C ടു കൊറോണ വൈറസ് ഹിറ്റ് വുഹാൻ. സോ അതൊരു നമുക്കൊരു എന്തെങ്കിലും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തരുന്നില്ല. സോ ഓപ്ഷൻ ഇസ് B. ഓപ്ഷൻ B ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Mammals and birds move from with a change in season many one country to another in search of food and shelter and for breeding. So C, one country to another in search of food കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ലല്ലോ. സോ അത് പറ്റില്ല. D എന്തായാലും പറ്റില്ല, ആൻഡ് വെച്ച് തുടങ്ങുന്നതുകൊണ്ട്. പിന്നെ B. സോ B വെച്ച് തുടങ്ങാം, A വെച്ചിട്ടും തുടങ്ങാം. Mammals and birds move from one country to another in search of food with a change in season many and shelter for breeding. അതൊരു നമുക്കൊരു ഓതന്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, B വെച്ച് തുടങ്ങി നോക്കാം. വിത്ത് എ ചേഞ്ച് ഇൻ സീസൺ മെനി മാമൽസ് ആൻഡ് ബേർഡ്സ് മൂവ് ഫ്രം വൺ കൺട്രി ടു അനദർ ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ആൻഡ് ഫോർ ബ്രീഡിങ്. യെസ്, അത് തന്നെ അർത്ഥം. ഓക്കെ, സോ അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് പല രീതിയിൽ ആൻസർ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പാസേജ് അനുസരിച്ച് നമ്മളുടെ ഫ്ലോയിൽ നമുക്കങ്ങ് വേർഡ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാമർ റൂൾസ് വെച്ചിട്ട് കുറച്ചൊന്ന് അനലൈസ് ചെയ്യുക. സോ ഈ രണ്ട് മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നോക്കാം. ബബിൾ ബീസ് എമംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിനേറ്റേഴ്സ്. അപ്പം നമുക്ക് ആദ്യം നമ്മളൊക്കെ എന്ത് ചെയ്യാം, ഈ പാസേജ് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സോ ബബിൾ ബീസ് എമംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിനേറ്റേഴ്സ് ആർ ഇൻ ഡാഷ് fuzzy and buzzy. They excel at spreading pollen and fertilizing many types of wild flora as well as crucial agriculture crops like tomato, blueberry and squash. But their numbers are. അപ്പോൾ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ അവരുടെ നമ്പേഴ്സ് ആർ. സോ ആ രീതിയിലുള്ള ഒരു വേർഡ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ന്യൂ റിസർച്ച് യൂസിങ് എ മാസീവ് ഡാറ്റ സെറ്റ് ഫൗണ്ട് ദാറ്റ് ഇൻസെക്ട്സ് ആർ ഫാർ ലെസ് കോമൺ ദാൻ ദേ യൂസ് ടു ബി ഇൻ നോർത്ത് അമേരിക്ക. നിയർലി 50% ലെസ് കമ്പയർഡ്. അതായത് 1974 മുമ്പ് കണ്ടതിനേക്കാളും 50% ലെസ്സാണ് ഇപ്പോൾ നമുക്ക് ബബിൾ
ബീസിനെ കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മോർ ഓവർ സെവറൽ വൺ കോമൺ സ്പീഷീസ് ഹാവ് ഡാഷ് ഫ്രം മെനി ഏരിയാസ് ദാറ്റ് വർ വൺസ് ഫോൺ ബിക്കമിംഗ് ലോക്കലി എക്സ്റ്റിൻഡ് ഇൻ ദോസ് പ്ലേസസ്. ഒരു സ്ഥലത്ത് നന്നായി കാണപ്പെട്ടിരുന്ന ബബിൾ ബീസ് ഇപ്പം എന്താണ് അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ദ റസ്റ്റി പാച്ച്ഡ് ബബിൾ ബി, നമ്മുടെ കാനഡ ഒണ്ടാരിയോയിൽ കാണുന്ന അതെന്താണ്, ഇറ്റ് ഈസ് ഇപ്പം കാണാനേ അവിടെ ഇല്ല. USA എന്താണ്, അത് എൻഡേഞ്ചേർഡ് ആണ്. ഓക്കെ, പിന്നെ ഒരു ജേർണൽ സയൻസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനം പ്രകാരം എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ഒരു ഭാഗമാവുന്നുണ്ട് അവരുടെ എക്സ്റ്റിങ്ഷന് എന്നുള്ളതും കൂടിയാണ് ഈ പാസേജിൽ പറയുന്നത്. സോ നമുക്കൊരു കാര്യം അറിയാം, ഈ പാസേജ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിലെന്താണ് ബബിൾ ബി പോപ്പുലേഷൻ്റെ റിഡക്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാസേജ് പറയുന്നത് മനസ്സിലായി. സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമ്മൾ എഴുതുമ്പോൾ ജസ്റ്റ് നമ്മൾ ആ പാസേജ് ഒന്ന് സ്പീഡിൽ വായിച്ചു നോക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുക. കാരണം നമ്മളിവിടെ ബബിൾ ബീസ് എമംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിനേറ്റേഴ്സ് ആർ ഇൻ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ഇത് പറയുന്നത് നമുക്കൊരു ഐഡിയ കിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ അവരെക്കുറിച്ച് നല്ലൊരു കാര്യം പറയാം, ബട്ട് ദ നമ്പേഴ്സ് ആർ, അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് ഓർത്ത് പോകും അല്ലേ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ആ പാരഗ്രാഫ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വേർഡ്സ് എന്ത് ചെയ്യുക അതിൽ കൊടുക്കുക. സോ ഫസ്റ്റ് നോക്കാം, ബബിൾ ബീസ് എമംഗ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിനേറ്റേഴ്സ് ആർ ഇൻ ഡാഷ് ഫസി ആൻഡ് ബസി, ആർ ഇൻ ട്രബിൾ ഫസി ആൻഡ്, സോ ആർ ഇൻ നോക്കാം, സെൻറ്റൻസ് നോക്കാം. എക്സ്റ്റിങ്ക്റ്റ് തന്നിട്ടുണ്ട്, ട്രബിൾ തന്നിട്ടുണ്ട്, ഡ്രോപ്പ്ഡ് തന്നിട്ടുണ്ട്, ഗ്രോത്ത് തന്നിട്ടുണ്ട്, ഡിഫിക്കൽട്ട് തന്നിട്ടുണ്ട്. സോ എക്സ്റ്റിങ്ക്റ്റ് എന്തായാലും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, ദേ ആർ ഫേസിങ് ദാറ്റ് ട്രബിൾ അല്ലേ. സോ എന്താണ്, ഡ്രോപ്പ്ഡും പറ്റില്ല, ഗ്രോത്ത് എന്തായാലും പറ്റില്ല, പിന്നെ പറ്റുന്നത് ഒരു ട്രബിളും ഡിഫിക്കൽട്ടും ആണ് അല്ലേ. സോ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ബീങ് ഹാർഡാണ്. സോ അതിനേക്കാളും സ്യൂട്ടബിൾ ആവുക അവിടെ ട്രബിൾ ആണ്. ഒരു ഡിസ്ട്രെസ്ഫുൾ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എന്താണ്, ട്രബിൾ ആണ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ്. ആർ ഇൻ ട്രബിൾ ഫസി ആൻഡ് ബസി, ആർ ഇൻ ട്രബിൾ ഫസി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോളിനേറ്റേഴ്സ് ആർ ഇൻ ട്രബിൾ ഫസി ആൻഡ് ബസി. ഫസി ആൻഡ് ബസി ട്രബിൾ സിറ്റുവേഷനാണ് കാണിക്കുന്നത് അല്ലേ. സോ ആ സിറ്റുവേഷനെ കാണിക്കാൻ, അതായത് ഒരു ഡിസ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ കാണിക്കാൻ ഡിഫിക്കൽട്ടിനേക്കാളും കൂടുതൽ അവിടെ സ്യൂട്ടബിൾ ആവുക ട്രബിൾ ആണ്. ഓക്കെ, സോ ദേ എക്സൽ അറ്റ് സ്പ്രെഡിംഗ് പോളൻ ആൻഡ് ഫെർട്ടിലൈസർ മെനി ടൈപ്സ് ഓഫ് വൈൽഡ് ഫ്ലോറ ആസ് വെൽ ആസ് ക്രൂഷ്യൽ അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് ടൊമാറ്റോ, ബ്ലൂബെറീസ് ആൻഡ് സ്ക്വാഷ്. ബട്ട് ദർ നമ്പേഴ്സ് ആർ, കുറയുന്ന ഒരു അർത്ഥമായിരിക്കണം അല്ലേ. അത് ആർ എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കണം, അവിടെ ഒരു ING ഫോമും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. സോ അപ്പോൾ നോക്കാം, ഇൻക്രീസിങ് അല്ല, തെറ്റിപ്പോയി, കോണ്ടസ്റ്റ് തെറ്റിപ്പോയി. ഡ്രിപ്പ്ഡ് ED ആയതുകൊണ്ട് പറ്റില്ല, റിമൂവിങ്ങും പറ്റില്ല, തെറ്റായ അർത്ഥമാണ്. ഡ്രോപ്പിംഗ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്, ജനറേറ്റിങ്ങും അവിടെ എന്താണ്, തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഡ്രോപ്പിംഗ്. ഓക്കെ, സോ ഇനി എന്താ, മോറോവർ സെവറൽ വൺസ് കോമൺ സ്പീഷീസ് ഹാവ് ഡാഷ് ഫ്രം മെനി ഇയേഴ്സ് ദേ വർ വൺസ് ഫൗണ്ട് ബിക്കമിംഗ് ലോക്കലി എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദോസ് പ്ലേസസ്. ഹാവ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം വേണ്ടത് അല്ലേ. അപ്പോൾ ഹാവ് മൾട്ടിപ്ലൈഡ് അല്ല, അത് കോണ്ടസ്റ്റിൽ തെറ്റിപ്പോയി. കൺസേണിങ് ING ആണോ, തെറ്റിപ്പോയി. സോ കൺസേണിങ് അർത്ഥത്തിലും അതോടെ പറ്റില്ല, നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആട്ടോ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ആ കോണ്ടസ്റ്റ് വെച്ചിട്ട് എന്തായാലും കൺസേണിങ് പറ്റില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ വേർഡ് അറിയാ ചിലവർക്ക് വൊക്കാബ് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവില്ലേ. സോ അവർക്കാണെങ്കിൽ NG ഫോം നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടയാളപ്പെടുത്താൻ പറ്റും. സോ ഹാവ് ഡിസപ്പിയേർഡ് എന്നുള്ളത് ശരിയാണ്, കോണ്ടസ്റ്റിലും പറ്റും, ED ഫോമുമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, ശരിയാണ്. സർട്ടൻ എന്ന് പറയുന്നത് തെറ്റാണ്, കോണ്ടസ്റ്റിൽ പറ്റില്ല. വാനിഷ് എന്ന് പറയുന്നതും തെറ്റാണ്. ഓക്കെ, സോ ഉത്തരം എന്താണ്, ഡിസപ്പിയേർഡ് എന്നുള്ളതാണ് ഉത്തരം, ഡിസപ്പിയേർഡ്. ഓക്കെ, ഇൻ എ ന്യൂ paper published this week in the journal Science, researchers used a complex modeling process. ടു എന്ന ശേഷം എന്താണ്, അവിടെ ഒരു ഇൻഫിനിറ്റീവ് വേർഡാണ് അല്ലെ. ടു എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് വെർബാണ്. സോ നമുക്ക് അവിടെ എന്തായിരിക്കണം, ഒരു ഇൻഫിനിറ്റീവ് ബേസ് ഫോം ആയിരിക്കണം നമുക്ക് അവിടെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് സാധാ നമ്മൾ ഡിക്ഷണറിയിൽ സെർച്ച് ചെയ്യുന്ന പോലത്തെ ആ വേർഡ് ആയിരിക്കണം നമുക്ക് അവിടെ കിട്ടേണ്ടത്. അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ടു പ്രപ്പോസ്ഡ് എന്ന് പറയുമ്പോൾ തെറ്റാവും. ഇത് ഗ്രാമാറ്റിക്കലി നമുക്കിതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അർത്ഥം മനസ്സിലായിട്ട് വൊക്കാബ് വൈസ് നമുക്ക് പറ്റും, അല്ല എന്നല്ല പറയുന്നത്. നമുക്കിപ്പോൾ വൊക്കാബിന് ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. സോ റെക്കമെൻഡിങ് എന്നുള്ളതും തെറ്റാണ്, ഇംപ്ലൈയിങ് എന്നുള്ളതും തെറ്റാണ്, എക്സ്പ്രസസ് എന്നുള്ളതും തെറ്റാണ്. സോ എന്തായാലും കോണ്ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും സജസ്റ്റ് അവിടെ പറ്റുള്ളൂ, ടു സജസ്റ്റ്. ഓക്കെ, സോറി, അടുത്തത് used a complex modeling process to suggest that
ദർ ഡാഷ് ഇസ് ഡ്രിവൺ ബൈ. സോ അവിടെ ഒരു പക്ക നൗൺ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലേ. ദർ ഡാഷ് ഇസ് ഡ്രിവൺ ഇൻ ലാർജ് പാർട്ട് ബൈ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ ദർ ഡിറ്റോറിയേറ്റ് പറ്റില്ല, റിജക്ഷൻ പറ്റില്ല, സോ ദ റിജക്ഷൻ, ആരും അയാളെ റിജക്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് കോമൺ നാച്ചുറലി നടന്നൊരു പ്രോസസ്സാണ് അല്ലേ. സോ ലെസൺ അവിടെ ഒരു നൗൺ ഫോം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, റെഡ്യൂസ്ഡും പറ്റില്ല, നൗൺ ഫോം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ല, അർത്ഥം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു വേറൊരു വഴി പറഞ്ഞു തന്നതാണ് കേട്ടോ. സോ അവിടെ എന്തായാലും എന്തേ പറ്റുള്ളൂ, ഡീക്ലൈൻ. ഓക്കെ, ഡീക്ലൈൻ. അപ്പോൾ ദാറ്റ് ദർ ഡീക്ലൈൻ ഇസ് ഡ്രിവൺ ഇൻ ലാർജ് പാർട്ട് ബൈ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ഷീണിച്ചു. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം എത്തിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ PDF കോഴ്സ് വാങ്ങാൻ മറക്കരുത്. ഓക്കെ, നല്ല PDF കോഴ്സാണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത്ര വില കുറവിന് അങ്ങനത്തെ ഒരു PDF കോഴ്സ് കിട്ടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, PDF കോഴ്സ് വാങ്ങുക. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.